ഇക്കഴിഞ്ഞ നവംബർ 5 മുതൽ 7 വരെ അരങ്ങേറിയ കമ്പനിയുടെ പ്രാരംഭ പൊതുഹര വിൽപ്പനയ്ക്ക് അഥവാ IPOയ്ക്ക് വിപണിയിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിക്കാതിരുന്നതിനാൽ നവംബർ 12 നടന്ന ലിസ്റ്റിംഗിൽ 3% നഷ്ടം നേരിട്ട് 29 രൂപ നിലവാരത്തിലായിരുന്നു ഈ സ്മോൾ ക്യാപ്പ് ഓഹരി ക്ലോസ് ചെയ്തത്. പിന്നീടും രണ്ടാഴ്ച കാലത്തോളം ഈ ഓഹരിയുടെ വ്യാപാരം IPOയുടെ ഇഷ്യൂ വിലയായ 30 രൂപ നിലവാരത്തിന് താഴെയാണ് നടന്നത്. എന്നാൽ നവംബർ അവസാന ആഴ്ചയിൽ തുടങ്ങിയ ഓഹരിയിലെ മുന്നേറ്റം കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടെ സമ്മാനിച്ചത് 75% നേട്ടമാണ്. ഡിസംബർ മാസത്തിൽ മാത്രം 30%-ലധികം മുന്നേറിയ ഈ ഓഹരി നിലവിൽ 49 നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു. ഓഹരിയുടെ റെക്കോർഡ് ഉയർന്ന നിലവാരവുമാണിത്. സൂചിപ്പിച്ചു വരുന്ന സൈലന്റ് ഇന്ത്യ ഓഹരിയെക്കുറിച്ചാണ്. ഈ ഓഹരിയിൽ സമീപകാലത്ത് പ്രകടമാകുന്ന മുന്നേറ്റത്തിൻ്റെ കാരണങ്ങളും സമീപഭാവിയിലേക്കുള്ള ലക്ഷ്യവിലയെ സംബന്ധിച്ചും അറിയാം. സൈലന്റ് ഇന്ത്യ പ്രധാനമായും അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്ഥാപനങ്ങളും അവിടെയുള്ള ആശുപത്രികളും മെഡിക്കൽ ടെക്നോളജി കമ്പനികളും തമ്മിൽ നടക്കുന്ന ഇടപാടുകൾ സെറ്റിൽ ചെയ്യുന്നതിന് സഹായിക്കുന്ന ബിസിനസ് പ്രോസസ്സിംഗ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് സൈലന്റ് ഇന്ത്യ ലിമിറ്റഡ്. കമ്പനിയുടെ പ്രധാന ഉപഭോക്താക്കളെല്ലാം അമേരിക്കയിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ്. ഹെൽത്ത് കെയർ സെക്ടറിൽ ആവശ്യമായ തേർഡ് പാർട്ടി സേവനങ്ങളുടെ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് സൈലന്റ് ഇന്ത്യ എന്ന പ്രത്യേകതയുമുണ്ട്. ഏകദേശം 23,000 കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. മുന്നേറ്റത്തിന് പിന്നിൽ IPO തുടർന്നുള്ള ലിസ്റ്റിംഗിൽ നിരാശപ്പെടുത്തിയ സൈലന്റ് ഇന്ത്യ ഓഹരിയെ കരകയറാൻ ആദ്യം സഹായിച്ചത് സെപ്റ്റംബർ 10 കമ്പനി രേഖപ്പെടുത്തിയ മികച്ച പ്രവർത്തന ഫലമായിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 25 പ്രസിദ്ധീകരിക്കപ്പെട്ട നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദഫലം പൊതുവെ പ്രതീക്ഷിച്ചാലും മികച്ച നിലയിലായിരുന്നു കാഴ്ചവെച്ചത്. സെപ്റ്റംബർ 10 സൈലന്റ് ഇന്ത്യയുടെ വരുമാനം 21% വളർച്ചയോടെ 1325 കോടിയും അറ്റാദായം 236% വർധനയോടെ 117 കോടി രൂപയുമായാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന പ്രവർത്തന കാര്യശേഷിയും മെച്ചപ്പെട്ട ലാഭക്ഷമതയുമാണ് സൈലന്റ് ഇന്ത്യയുടെ അറ്റാദായം വർദ്ധിക്കാൻ സഹായമേകിയത്. ഇതിനോടൊപ്പം പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ ജെഫ്രീസ്, JP മോർഗൻ തുടങ്ങിയവർ സൈലന്റ് ഇന്ത്യ ഓഹരിയിൽ നിക്ഷേപത്തിനായുള്ള നിർദ്ദേശം സൂചിപ്പിക്കുന്ന ബൈ റേറ്റിംഗ് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച വ്യാപാരത്തിൽ 5% കുതിച്ചുയർന്ന ഓഹരി അപ്പർ സർക്യൂട്ട് നിലവാരമായ 48.90 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടിൽ സൈലന്റ് ഇന്ത്യ ഓഹരിയെക്കുറിച്ച് അനുകൂല പരാമർശങ്ങൾ ഉള്ളതും സമീപഭാവിയിലേക്ക് 16% വരെ മുന്നേറ്റ സാധ്യത പ്രവചിച്ചതുമാണ് മുന്നേറ്റത്തെ തുണയ്ക്കുന്നത്. ജെഫ്രീസ് 52 രൂപയും JP മോർഗൻ 54 രൂപയിലുമാണ് സൈലന്റ് ഇന്ത്യ ഓഹരിയുടെ സമീപകാല ലക്ഷ്യവിലയെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അനുകൂല ഘടകങ്ങൾ ഹെൽത്ത് കെയർ സെക്ടറിലെ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് രംഗത്ത് അതീവ പ്രാവീണ്യമുള്ളതും മികച്ച സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ സൈലന്റ് ഇന്ത്യ തുണയ്ക്കുമെന്നാണ് ജെഫ്രീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ ചെലവ് കുറയ്ക്കാനും കാര്യശേഷി ഉയർത്താനുമുള്ള നീക്കങ്ങൾ കാരണം 2024-27 സാമ്പത്തിക വർഷ കാലയളവിൽ കമ്പനിയുടെ പ്രവർത്തന ലാഭ മാർജിൻ ഗണ്യമായി മെച്ചപ്പെടാമെന്ന് ജെഫ്രീസ് ചൂണ്ടിക്കാട്ടി. സമാന കാഴ്ചപ്പാടാണ് JP മോർഗൻ്റെ റിസർച്ച് റിപ്പോർട്ടിലും രേഖപ്പെടുത്തുന്നത്. 2024-27 സാമ്പത്തിക വർഷ കാലയളവിൽ സൈലന്റ് ഇന്ത്യയുടെ വരുമാനം 50% സാമ്പത്തിക വാർഷിക വളർച്ചാ നിരക്കിൽ വളരുമെന്നാണ് JP മോർഗൻ്റെ വിലയിരുത്തൽ. അതേസമയം കമ്പനിയുടെ പ്രവർത്തനം US പുറത്തേക്ക് വ്യാപിക്കാനുള്ള ശ്രമവും ഊർജിതമാണ്. ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ആവശ്യകത നേരിടാനും സൈലന്റ് ഇന്ത്യയുടെ അടുത്ത ഘട്ടം വളർച്ചയ്ക്കുമുള്ള നീക്കമായി ഇതിനെ കണക്കാക്കാമെന്നാണ് നിരീക്ഷണം. ഡിസ്ക്ലെയിമർ: സൈലന്റ് ഇന്ത്യ ഓഹരിയുമായി ബന്ധപ്പെട്ട് മേൽ സൂചിപ്പിച്ച വിവരം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.